നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ ഫ്രണ്ട്സൽ ഡിഫ്രാക്ഷൻ ബൈപ്രിസത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ബൈപ്രിസം യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഒരു തിൻ ഫിലിമിന്റെ തിക്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, ട്രാൻസ്പാരന്റ് ആയിട്ട് വരുന്ന തിൻ ഫിലിമിന്റെ തിക്നെസ് നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക് എന്ന് പറയുന്നത് അബൌട്ട് ദ തിൻ ഫിലിം ഇന്റർഫറൻസ് ആണ്, അല്ലെങ്കിൽ ഇന്റർഫറൻസിന്റെ തിൻ ഫിലിം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ സോപ്പ് ബബിൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ റോഡിലൊക്കെ പെട്രോളോ ഡീസലോ അങ്ങനെ എന്തെങ്കിലും ഒരു ലിക്വിഡ്സ്, പെട്രോൾ ഡീസൽ പോലത്തെ എന്തെങ്കിലും ഓർഗാനിക് കോമ്പൗണ്ട്സ് റോഡിൽ സ്പ്രെഡ് ആവുന്ന സമയത്ത് ഇതുപോലെ റെയിൻബോ ഫോം ചെയ്യുന്ന കാണാം. അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, റെയിൻബോസ് അവിടെ ഫോം ചെയ്തിട്ട് നിങ്ങൾ കണ്ടുണ്ടാവും. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, തിൻ ഫിലിം ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. കാരണം ഈ ഓരോ ഇതെല്ലാം അവിടെ തിൻ ഫിലിംസ് ആണ്. ഓക്കെ, നമ്മുടെ ഈ സോപ്പ് ബബിൾ ആയാലും ഇതായാലും വാട്ടറിന്റെ മുകളിൽ എന്താണ് ഈ ഓയിൽ ശരിക്കും അവിടെ ഒരു തിൻ ഫിലിം പോലെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ തിൻ ഫിലിമിൽ ലൈറ്റ്സ് ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് അവിടെ ഇന്റർഫറൻസിന് കാരണമാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈസിന്റെ ഒക്കെ വിങ്സിൽ വരുന്ന കളർ, അതുപോലെ തന്നെ പീകോക്കിന്റെ ഫെതേഴ്സിൽ വരുന്ന കളർ, ഇതെല്ലാം എന്താണ് ബിക്കോസ് ഡ്യൂ ടു ദ തിൻ ഫിലിം ഇന്റർഫറൻസ് ആണ് അതിന്റെ ബിഹൈൻഡ് ദ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇതിന്റെ തിൻ ഫിലിം ഇന്റർഫറൻസിന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറയും. സോപ്പ് ബബിളിൽ കാണുന്ന റെയിൻബോ ഷോണിന്റെ സോപ്പ് ബബിൾ അതേപോലെ ഇന്റർഫറൻസ് ആണ്. അതുപോലെ തന്നെ പീകോക്കിന്റെ ഒക്കെ ഫെതേഴ്സ് ഉണ്ടാവുന്ന കളേഴ്സ്, ഓക്കെ, ബ്രില്യൻ കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതും എന്താണ് തിൻ ഫിലിം ഇന്റർഫറൻസ് ആണ്. ദെൻ ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ ആ ഒരു നമുക്ക് എന്താ ഒരു ഷൈനിങ് വരുന്ന എല്ലാ സിറ്റുവേഷനും എന്താണ് അവിടെ എല്ലാം വരുന്നത് തിൻ ഫിലിം ഇന്റർഫറൻസ് ആണ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഇവിടെ തിൻ ഫിലിം ഇന്റർഫറൻസ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിൻ ഫിലിം ഇന്റർഫറൻസ് കാണണമെങ്കിൽ അവിടെ നമുക്ക് ഒന്നുകിൽ മൊണോക്രോമാറ്റിക് ലൈറ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പോളിക്രോമാറ്റിക് ലൈറ്റ് യൂസ് ചെയ്യാം. ഇന്റർഫറൻസ് രണ്ട് സിറ്റുവേഷനിലും വർക്ക് ആവും. ബട്ട് നമ്മളിപ്പോൾ ഒരു പോളിക്രോമാറ്റിക് ലൈറ്റ് മീൻസ് നമ്മുടെ വൈറ്റ് ലൈറ്റ്, ഓക്കെ, നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ് റീജിയനിൽ കാണുന്ന വൈറ്റ് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് എന്തായിരിക്കും, ദർ വിൽ ബി എ റെയിൻബോ വിൽ ബി ഷോൺ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ സെവൻ എല്ലാ കളേഴ്സും കാണുന്നില്ല, സോബബിളൊക്കെ അത് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് എന്താ കളേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു മൊണോക്രോമാറ്റിക് ലൈറ്റ് ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു സോപ്പ് ബബിളിനെ കൊണ്ടുപോയിട്ട് നമ്മളൊരു മൊണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ അടുത്താണ് വയ്ക്കുന്നതെങ്കിൽ നമ്മളവിടെ കാണുന്ന ഓൾട്ടർനേറ്റീവ് ഡാർക്കും ബ്രൈറ്റും ബാൻഡ്സോട് കൂടിയ എന്തായിരിക്കും ഫ്രിഞ്ചസ് ആയിരിക്കും നമ്മളോട് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ബേസ്ഡ് ഓൺ ദ ലൈറ്റ് യൂസ്ഡ് എന്ത് ചെയ്യാം, അവിടെ ഇന്റർഫറൻസിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ അതിൽ ഇന്റർഫറൻസ് ഏത് സിറ്റുവേഷൻ നടക്കും, ബട്ട് കളർ കാണുന്നതിൽ ഓക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു പോളിക്രോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ തിയറിയിലൂടെ നമുക്ക് അവിടെ പോവാം. അപ്പോൾ സിറ്റുവേഷൻ ഇതാണ്, ഒന്നുകിൽ സോപ്പ് ബബിള് അല്ലെങ്കിൽ ഇതുപോലെ ഓയിൽ, ഓക്കെ, എന്തെങ്കിലും ഓയിൽസ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്തോ ഇത് തന്നെ ഗ്ലാസ് പ്ലേറ്റ്, നമ്മൾ ഗ്ലാസ് തന്നെ ചെറിയ അത്യാവശ്യം കട്ടി കുറഞ്ഞ ഗ്ലാസ്, കട്ടി കുറഞ്ഞ വേണമെന്നില്ല, കുറച്ച് കനമുള്ളതായാലും കുഴപ്പമില്ല, എന്നാലും നമ്മൾ വെയിലത്തൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ഒബ്സർവ് ചെയ്യും, നമ്മൾ റെയിൻബോസ് ഒബ്സർവ് ചെയ്യും. നമ്മുടെ ജനാലയുടെ ഗ്ലാസ്സിൽ നിന്ന് പോയി നോക്കിയാൽ മതി. നമ്മുടെ അവിടെ സൂര്യപ്രകാശം ഉള്ള സമയത്ത് അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ദർ വിൽ ബി എ റെയിൻബോ ഷോ. ഓക്കെ, ഒരു ഷെയ്ഡ് പോലെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ റീസൺ ഇതുകൊണ്ടാണ്, കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ തിൻ ഫിലിമുകളിൽ അവിടെ ഇന്റർഫറൻസ് എന്ന കണ്ടീഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തിൻ ഫിലിം ഇന്റർഫറൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഈ തിൻ ഫിലിം ഇന്റർഫറൻസ് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനായിട്ട് വരുന്നത്. അതായത് ഈ ഒരു തിൻ ഫിലിം ഇന്റർഫറൻസിൽ നമുക്ക് രണ്ട് കേസസ് വരും. ഓക്കെ, ഒന്നുകിൽ ഇതിന് റിഫ്ലക്റ്റഡ് സിസ്റ്റം യൂസ് ചെയ്ത് വരാം. ഓക്കെ, റിഫ്ലക്റ്റഡ് സിസ്റ്റം, ഓക്കെ, റിഫ്ലക്റ്റഡ് ലൈറ്റ് വരാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വഴി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർഫറൻസ് നമുക്ക് അവിടെ വിസിബിൾ കാണാനായിട്ട് നമുക്കവിടെ സാധിക്കും. അപ്പോൾ റിഫ്ലക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്കിതൊരു ഫിലിമാണെന്ന് വെച്ചോളൂ, ഈ ഫിലിമിൽ എന്ത് ചെയ്യുന്നു, ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു, ഹിറ്റ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്, അവിടെ അതിലൊരു ഇന്റർഫറൻസ് പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, വെറുതെ ഹിറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, കണ്ടീഷൻസ് ഉണ്ട് പറയാനത്. എന്നാലും ജസ്റ്റ് ഒരു ബേസിക് ഐഡിയക്ക് വേണ്ടി പറഞ്ഞതാ. റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ എന്ത് ചെയ്തു, ആ ലൈറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നു, ഹിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ വരുന്നതിന് നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്മിറ്റഡ് റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടുന്നു, തട്ടിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഇതുവഴി ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അതായത് ഇതിന്റെ ആ റിഫ്ലക്ട് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് കാണുന്നുണ്ട്, ദർ വിൽ ബി എ പാറ്റേൺ ഷോൺ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഇന്റർഫറൻസ് പാറ്റേൺസ് നമുക്ക് ഇവിടെ വിസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ട്രാൻസ്മിറ്റഡ്
ഇന്റർഫെറൻസ്. ഓക്കെ. എന്ത് പറയാം? ട്രാൻസ്മിറ്റഡ് ഇന്റർഫെറൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ തിൻ ഫിലിം ഇന്റർഫെറൻസുമായി ബന്ധപ്പെട്ടാണ് നമുക്കിനി വെഡ്ജ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് പഠിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ന്യൂട്ടൺസ് റിംഗ് ഒക്കെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ന്യൂട്ടൺസ് റിംഗ് എന്നൊക്കെ പറയുന്നത് അവിടെ റിഫ്ലക്റ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ. ന്യൂട്ടൺസ് റിംഗ് ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ഉണ്ട്. നമുക്കവിടെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? റിഫ്ലക്റ്റഡ് സിസ്റ്റം ആണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യേണ്ടതും റിഫ്ലക്റ്റഡ് സിസ്റ്റം യൂസ് ചെയ്യണം എന്ത് ചെയ്യുന്നത്? നമ്മുടെ ന്യൂട്ടൺസ് റിംഗ് അവിടെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലോട്ട് പോകാം. എങ്ങനെയാണ് ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് വരുന്നത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫെറൻസ് വരുന്നത്? ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലക്റ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ. ഓക്കെ. റിഫ്ലക്റ്റഡ് സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെ ഒരു തിൻ ഫിലിം നമ്മളിവിടെ ഡ്രോ ചെയ്യണം. ഓക്കെ. തിൻ ഫിലിം. അപ്പോൾ തിൻ ഫിലിം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ വാട്ടറിൽ ഇങ്ങനെ ഒരു ഓയിൽ സ്പ്രെഡ് ആവുന്ന സമയത്താണെങ്കിൽ വാട്ടർ ഒരു സർഫസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഫിലിം ഓക്കെ അല്ലെങ്കിൽ ആ ഒരു ഓയിലിന്റെ കോട്ടിംഗ് വരുന്നല്ലോ അതെന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു ഫിലിമായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ തിക്നെസ് കുറഞ്ഞ ഫിലിംസ് ആണ്. അത് നമ്മൾ തിൻ ഫിലിംസ് എന്ന് പറയുന്നത്. തിൻ ഫിലിം ഇന്റർഫെറൻസ് എന്ന് പറയാൻ കാരണം ഓക്കെ. ഇല്ല നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് ലൈറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഗ്ലാസ് ലൈറ്റ്സ് അവിടെ അത്യാവശ്യം തിക്നെസ് കുറഞ്ഞതായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഇന്റർഫെറൻസ് പാറ്റേൺസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇന്റർഫെറൻസ് പാറ്റേൺസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിൻ ഫിലിമിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? റിഫ്ലക്റ്റഡ് സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വരുന്നത് നമുക്ക് അതിനുവേണ്ടി ആ ഒരു ഫിലിം നമ്മളവിടെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ ആ ഒരു ഫിലിം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഒരു വാട്ടർ സർഫസ് നമുക്കൊന്ന് കളർ വേണമെങ്കിൽ മാറ്റി വരയ്ക്കാം. വാട്ടർ സർഫസും പുറത്ത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓയിലും എന്ത് ചെയ്യും? സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മളിവിടെ സങ്കല്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിന് ഒരു തിക്നെസ് ഉണ്ട്. ആ തിക്നെസ് ഇങ്ങനെ അവിടെ മാർക്ക് ചെയ്യുന്നത് ടി എന്നാണ്. ഓക്കെ. ഈ തിക്നെസ് എത്രയാണ് മാർക്ക് ചെയ്യുന്നു? ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് ടി. ഓക്കെ. ഈ ഒരു തിൻ ഫിലിമിന്റെ തിക്നെസ് നമ്മൾ എന്ത് ചെയ്യും? ടി എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? വാട്ടറിന്റെ പുറത്ത് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു ഫിലിമായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. അതാണ് അവിടെ തിൻ ഫിലിം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ തിക്നെസ് ടി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ വരുന്ന ഓരോ ലൈറ്റ് റേസ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് റേസ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഒരു ലൈറ്റ് റേസ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ. എയിൽ നിന്ന് ഇവിടെ ബി എന്ന് പറയുന്ന റീജിയൻ നമുക്ക് മാർക്ക് ചെയ്യാം. റീജിയൻസ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഇത് കുറച്ച് എന്ത് ചെയ്യും? ഇവിടെ വന്ന് കുറച്ച് ഇത് എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ആ പുറത്തുള്ള ആ ഒരു ലെയർ ഉണ്ടല്ലോ പാർഷ്യലി എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ. പാർഷ്യലി ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് റിഫ്ലക്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ. റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ. അടുത്ത് കുറച്ച് എന്ത് ചെയ്യും? ഇവിടെ വരുന്ന ലൈറ്റ് റേസിന് എന്ത് ചെയ്യാം? ഇതിൽ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റും. റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇത് കുറച്ച് എന്ത് ചെയ്യുവാണ്? ഇതിനകത്തോട്ട് എൻട്രി ചെയ്യുവാണ്. ഓക്കെ. ഈ എൻട്രി ചെയ്ത ലൈറ്റ് റേസ് ഇവിടെ രണ്ടാമത്തെ സർഫസിൽ തട്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ലിക്വിഡും നമ്മുടെ ഓയിലും വാട്ടറും ആണെങ്കിൽ ആ വാട്ടറിന്റെ സർഫസിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? കുറച്ച് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ഇതിനകത്തോട്ട് റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്ത് ഇവിടെ പോകും. പോയതിനു ശേഷം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് പുറത്തോട്ട് വീണ്ടും എന്ത് ചെയ്യും? ആ റിഫ്രാക്ഷൻ സംഭവിച്ച് പുറത്തോട്ടായിട്ട് പോകും. അതായത് വന്ന് വീഴുന്നത് ഒരു റേ മാത്രമാണ്. ഈ ഒരു റേ മാത്രമേ വന്ന് ഹിറ്റ് ചെയ്യുന്നുള്ളൂ. ഹിറ്റ് ചെയ്യുന്ന റേ ആണ് കുറച്ച് അവിടെ വെച്ച് തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. ബാക്കി എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് റിഫ്രാക്ട് ചെയ്യുന്നു. റിഫ്രാക്ട് ചെയ്തിട്ട് ഇന്റേർണലി റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അവിടുന്ന് വീണ്ടും തിരിച്ച് എന്ത് ചെയ്യാണ്? റിഫ്രാക്ട് ചെയ്ത് പുറത്തോട്ട് അത് പോകുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ഇതില് കുറച്ച് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് റേസ് എന്ത് ചെയ്യും? ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്തും പോകും. ഓക്കെ. കാരണം ഇത് നമ്മൾ നോർമലി ഒരു ട്രാൻസ്പാരന്റ് ഇതാണ്. ഓക്കെ. നമ്മളിപ്പോൾ വാട്ടർ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് വാട്ടർ ഒഴിക്കുന്നു. ഓക്കെ. ഇപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. ഓക്കെ. കുറച്ച് വാട്ടർ ആണ്. കുറച്ച് നമ്മൾ മൈന്യൂട്ട് ആയിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ഒരുപാട് ഓയിൽ ഒഴിക്കാനല്ല പറയുന്നത്. വളരെ കുറച്ച് ഓയിൽ. ഓക്കെ. നമ്മളിങ്ങനെ വെറുതെ ഒരു തുള്ളി ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ആയി നിൽക്കത്തില്ലേ? ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ. അത് കെറോസിനോ ഡീസലോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വിസിബിൾ ആയിട്ട് ആ റെയിൻബോ പോലെ കാണാനും പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളത് ഇതിന്റെ പുറത്ത് ടോർച്ച് ഫ്ലാഷ് ചെയ്യുകയാണെങ്കിൽ ടോർച്ച് കുറച്ച് ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് മുകളിലോട്ട് പോകണം കാണാം. കുറച്ച് എന്ത് ചെയ്യാം? ഈ വാട്ടർ തന്നെ എന്ത് ചെയ്യും? അവിടെ പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേ സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. ദെൻ ഇതേപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതുപോലെ തന്നെ ഇവിടുന്ന് ബാക്കി തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് എന്ത് ചെയ്യും? ഇവിടെ തട്ടി ഈ സർഫസിൽ തട്ടിയിട്ട് ഒരു ഇന്റർണൽ റിഫ്രാക്ഷൻ ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ. ഇന്റർണൽ റിഫ്രാക്ഷൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്? ഇവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ സെർട്ടൻ മാർക്കിങ്സ് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ദ തിക്നെസ് ടി എന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തിക്നെസ് ടി ആണ്. ദെൻ അതുപോലെ തന്നെ ഇവിടെ വന്ന് വീഴുന്ന ഫസ്റ്റ് വീഴുന്ന ലൈറ്റ് റേസ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് എ-ബി എന്നാണ്. ഓക്കെ. ഈ ഒരു പോയിന്റിൽ വന്ന് ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ എ-ബി എന്നിവിടെ മാർക്ക് ചെയ്യുന്നു. അടുത്ത ഈ ലൈറ്റ് റേസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ച് ഈ ഒരു റീജിയനിലോട്ട് എത്തുന്നത്. ഞാൻ അതിനെ ഈ ഒരു പോയിന്റിൽ ഇത് എത്തുന്ന പോയിന്റ് ഞാൻ ഇവിടെ സി എന്ന് വിളിക്കുവാണ്. ഓക്കെ. എന്ത് വിളിക്കുന്നു? സി എന്ന് വിളിക്കുന്നു. ഇനി സിയിൽ നിന്നും കുറച്ച് ലൈറ്റ് റേസ് എന്ത് ചെയ്യാണ്? ട്രാൻസ്മിറ്റ് ചെയ്ത് താഴോട്ട് പോകുന്നു. ഓക്കെ. നമ്മൾ ഇപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് നോക്കണ്ട. ജസ്റ്റ് അവിടെ എന്ത് ചെയ്താൽ മതി?
അത് അവിടെ പോകുന്നത് നമ്മളിവിടെ T1 എന്നങ്ങ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമുക്കിപ്പോൾ ഇവിടെ ട്രാൻസ്മിറ്റഡ് റേസിന്റെ ആവശ്യം നമുക്കിതിൽ വരുന്നില്ല. സോ അത് നമ്മളിപ്പോൾ അവിടെ എന്ത് ചെയ്യണ്ട, നമ്മൾ ബോദർ ചെയ്യണ്ട. ഇത് T1 ആയിരിക്കും. ഇതും എന്ത് ചെയ്യും, സെയിം സിറ്റുവേഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ്. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനവിടെ ഞാൻ T2 എന്നാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ T1ഉം നെക്സ്റ്റ് എന്താണ് അവിടുത്തെ T2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ദെൻ എയിൽ നിന്ന് ലൈറ്റ് റേസ് വരുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കുറച്ച് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. പുറത്തെ സർഫസിൽ നമ്മുടെ ഓയിലിന്റെ ആ സർഫസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ഇതിൽ ഓക്കെ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുത്തതിന് ശേഷം കുറച്ച് എന്ത് ചെയ്യാം, അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു ടോർച്ച് എടുത്തൊന്ന് ഫ്ലാഷ് ചെയ്ത് നോക്കിയാൽ മതി. കുറച്ച് നിങ്ങൾക്ക് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. കുറച്ച് എന്ത് ചെയ്യും, അവിടെ തട്ടിയിട്ട് അകത്തോട്ട് പോകും. പിന്നെ അത് ലേസറൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ലോണം ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, എന്തെങ്കിലും ഒരു ഗ്ലാസ് ജാറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ലാബോ ടാങ്കോ ഒക്കെ എടുത്തിട്ട് അതിൽ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് നല്ല രീതിയിൽ ആ ഒരു കേസ് അവിടെ കാണാൻ പറ്റും. പിന്നെ ഇന്റർഫറൻസ് കാണുന്ന കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇന്റർഫറൻസ് കാണാൻ പറ്റില്ല. ഈ റിഫ്ലക്ട് ചെയ്തൊക്കെ പോകുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് പോകുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്ട് ചെയ്ത് പുറത്തോട്ട് പോകുന്നത് തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, എഫ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അത് ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത് ഈ സിയിൽ വന്ന ലൈറ്റ് റേസ് തന്നെ വീണ്ടും എന്ത് ചെയ്യണം, ഇതിനകത്ത് തന്നെ ഈ ഒരു സർഫസിൽ തട്ടിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ്. ഇതിനകത്ത് വെച്ച് തന്നെ ഒരു ഇന്റേണൽ റിഫ്ലക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റിൽ ഞാൻ അവിടെ ഇത് സി ആയല്ലോ. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡി എന്ന് ഇവിടെ മാർക്ക് ചെയ്യണം. എന്ത് മാർക്ക് ചെയ്യുന്നു, ഡി എന്ന് മാർക്ക് ചെയ്തു. ഇനി ഡിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, എമർജ് ചെയ്ത് കുറച്ചുകൂടെ പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ലൈറ്റ് റേസിനെയാണ് നമ്മളിവിടെ റിഫ്ലക്റ്റഡ് ഇന്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കാരണം ഇത് രണ്ടുമാണ് നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്ന സമയത്ത് ഇവിടെ ഒരേ സോഴ്സിൽ നിന്ന് വരുന്നു. ഇതിനകത്ത് വെച്ച് തന്നെ ഇന്റർണൽ റിഫ്ലക്ഷൻ ഒക്കെ നടന്ന് അത് രണ്ട് ലൈറ്റ് റേസ് ആയിട്ട് മാറുന്നു. പക്ഷെ അതെന്താണ്, മോണോക്രോമേറ്റ് ഇറ്റ് ഈസ് കൊഹറന്റ് ആണ്. കാരണം സെയിം സോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത്. സോ ഇത് നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്ന സമയത്താണ് നമ്മൾ ഈ രണ്ട് ലൈറ്റ് റേസ് കൂടി നമുക്ക് അവിടെ ഇന്റർഫറൻസ് പാറ്റേൺസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി സി ഡി, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ലൈറ്റ് റേസിന് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇ എന്നാണ് എന്ത് ചെയ്തത്, മാർക്ക് ചെയ്തത്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിൽ ആണ് മെയിൻ ആയിട്ട് ആ റേസ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇനി കുറച്ച് നമുക്ക് മാർക്കിങ്സ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു മാർക്ക് ദ ആംഗിൾസ്. ഓക്കെ, ഇവിടുത്തെ ആംഗിൾസ് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു ഇൻസിഡന്റ് ആംഗിൾ ആണ്, ഇൻസിഡന്റ് റേ ആണ്. അപ്പോൾ ഇൻസിഡന്റ് റേ വരുന്നുണ്ട്, റിഫ്രാക്റ്റഡ് റേ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോർമൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസിഡന്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ ഞാൻ ഇവിടെ ഇൻസിഡന്റ് ആംഗിൾ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഐ എന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇവിടത്തെ ആംഗിൾ ഇത് റിഫ്രാക്ഷൻ ആണ്. സോ ഇത് എന്ത് ചെയ്തു, ഇവിടെ ഞാൻ ഈ ഒരു ആംഗിളിനെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആർ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു റെഡ് ലൈൻ വരച്ചിരിക്കുന്നല്ലോ, അത് നോർമൽ ലൈൻ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല, നോർമൽ ലൈൻ. അപ്പോൾ ഇത് ഞാൻ ഒന്നിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ലൈനത്തെ താഴോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ലൈൻ എന്ത് ചെയ്തു, ഞാൻ താഴോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റേസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. വേറെ ഒന്നിനുമല്ല, നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇന്റർഫറൻസ് കണ്ടീഷൻസ് കൊണ്ടുവരണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡെറിവേഷൻ എടുക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് റേസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഈ ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു, ഞാൻ ഒന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രണ്ട് ലൈറ്റ് റേസ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഡ്രോ ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്കത് നിങ്ങളുടെ പേപ്പറിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോട്ടഡ് ലൈൻസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി ഇങ്ങോട്ട് വരയ്ക്കുക. എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു 90 ഡിഗ്രി എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, 90 ഡിഗ്രി കറക്റ്റ് 90 വരയ്ക്കണേ അത്. ഓക്കെ, 90 ഡിഗ്രി നമ്മൾ വരച്ചു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസിന്റെ റൂൾ വെച്ചിട്ട് ഇതും എന്ത് തന്നെയാണ്, ഇൻസിഡന്റ് ആംഗിളിന് ഇക്വലന്റ് ആയിരിക്കും. എന്തായിരിക്കും, ഇൻസിഡന്റ് ആംഗിളിന് അവിടെ ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലൈൻ കണ്ടോ, ഈ സി ഡി എന്ന് പറയുന്ന ലൈനിൽ എന്ത് ചെയ്യുക, നമ്മളവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. കാരണം നമുക്കിവിടെ പാത ഡിഫറൻസ് എത്ര ദൂരം ഇത് കൂടുതൽ സഞ്ചരിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, ഈ ഒരു നമ്മളൊരു 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത്. സോ ഇവിടുത്തെ റൂൾ വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതും എന്തായിരിക്കും, ഇതും അവിടെ ആർ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷന് എന്തായിരിക്കും, ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇത് 90 ഡിഗ്രി ആണ്, ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ആണ്. സോ ഇവിടെ ഒരു 90 ഡിഗ്രി ഇങ്ങനെ ഫോം ചെയ്യാൻ ഞാനൊരു കർവ് ലൈൻ വരച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇതിനെ എച്ച് എന്ന് മാർക്ക് ചെയ്യുന്നു. എന്നത് മാർക്ക് ചെയ്യുന്നു, എച്ച് എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി സിമിലർലി ഇവിടെ നമുക്ക് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റിനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് എന്താണ്, ജി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾസ് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഇത് ആംഗിൾസിന്റെ റൂൾ വെച്ചിട്ട് ഇതും എന്തായിരിക്കും, ഇവിടെ ആറായിരിക്കും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഇത് ഒ എന്ന് മാർക്ക് ചെയ്യാം. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ നമുക്കൊരു ഡെറിവേഷൻ ചെയ്യാനായിട്ട് ആവശ്യമായ ഫിഗർ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക. എക്സാമിനേഷൻ സാധാരണ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ. അപ്പൊ എല്ലാ വർഷവും ചോദിച്ചാൽ അങ്ങനെ ചോദിക്കത്തില്ല. എന്നാലും ഓരോ തവണ ഓക്കെ. അപ്പോൾ റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു റിഫ്ലക്റ്റീവ് സിസ്റ്റത്തിന്റെ എന്ന് പറയുന്നത് ഇന്റർഫെറൻസ് എന്ന് പറയുന്ന ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ. റിഫ്രാക്റ്റഡ് സിസ്റ്റം നമ്മുടെ ട്രാൻസ്മിറ്റഡ് സിസ്റ്റം ചോദിച്ചില്ലെങ്കിൽ പോലും റിഫ്ലക്റ്റീവ് സിസ്റ്റം ചോദിക്കും. കാരണം നമ്മുടെ ന്യൂട്ടൺ സ്ട്രിംഗ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നമ്മുടെ റിഫ്ലക്റ്റീവ് സിസ്റ്റം വെച്ചിട്ടാണ്. ന്യൂട്ടൺ സ്ട്രിംഗ് ട്രാൻസ്മിറ്റഡും ഉണ്ട് റിഫ്ലക്റ്റഡും ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിഫ്ലക്റ്റഡ് സിസ്റ്റം ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ തിയറി കറക്റ്റ് നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു കൺസിഡർ പാരലൽ സൈഡഡ് റേ ദാറ്റ് ഈസ് തിക്നെസ് ടി ദാറ്റ് ഈസ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. ഈ ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മളിവിടെ മ്യൂ എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ മ്യൂ ആണ്. ഓക്കെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. എ ബി എന്ന് പറയുന്ന ഒരു ലൈറ്റ് റേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മോണോക്രോമിക് ലൈറ്റ് റേസ് ഇൻസിഡന്റ് ചെയ്യുകയാണ്. അതിന്റെ വേവ് ലെങ്ത് ഓക്കെ. വേവ് ലെങ്ത് എത്രയാണ്? വേവ് ലെങ്ത് വിൽ ബി ലാംഡ. ലാംഡയാണ് അവിടുത്തെ വേവ് ലെങ്ത്. അപ്പോൾ മ്യൂ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്തോട് കൂടിയ ഒരു ലൈറ്റ് റേസ് ആണ് എന്ത് ചെയ്ത് ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ബി എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റിഫ്ലക്റ്റഡ് റേ ആണ്. ബി എഫ് എന്ന് വെച്ചാൽ ഒരു റിഫ്ലക്റ്റഡ് റേ ആണ്. then അതിന് കുറച്ച് എന്ത് ചെയ്യുന്നു അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട്. ബാക്കി അവിടെ സി ഡി അകത്ത് എൻ്റർ ചെയ്യുന്നു. അവിടുന്ന് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ. ഇതെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് തന്നെയാണ് ഈ രണ്ട് സോഴ്സ് നമ്മൾ ഈ എഫ് എന്ന് പറയുന്നതും ഇ എന്ന് പറയുന്നതും മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ദേ ആർ കോഹറന്റ് സോഴ്സസ്. ഓക്കെ. എന്താണ് കോഹറന്റ് സോഴ്സസ്? കാരണം സെയിം ഒറിജിനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്തായാലും വേവ് ലെങ്തിന് ബാക്കി ഒന്നിനും മാറ്റം വരുന്നില്ല. രണ്ട് റേസ് ആയിട്ട് എമർജ് ചെയ്യുന്നുവെന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ദെയർ കോഹറന്റ് സോഴ്സ് നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ കോഹറന്റ് സോഴ്സ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺസ് നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നോക്കാം. നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്റർഫറൻസ് നമ്മൾ അവിടെ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ്. അപ്പോൾ എവിടെയാണ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് നോക്കേണ്ടത്? നമ്മൾ ആദ്യം നോക്കേണ്ടത് ദേ ഇവിടെ ബി ജി എന്ന് പറയുന്ന ഈ ഒരു റേ നോക്കിക്കേ. ബി ജി അതായത് ഇവിടെ തട്ടിയിട്ട് ഈ പുറത്തുള്ള ആ ഒരു സർഫസിൽ തന്നെ തട്ടിയിട്ട് എന്ത് ചെയ്യണം ടോപ്പ് സർഫസിൽ തട്ടിയതിനു ശേഷം റിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണ് ആ ബി ജി എന്ന് പറയുന്ന ഈ ഒരു റേ. ഓക്കെ. ബി ജി എന്ന് പറയുന്ന ഈ ഒരു റേ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എവിടെയാണ് ഇൻ ദ എയർ. ഓക്കെ. എയർ മീഡിയത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു കാരണം നമ്മളിപ്പോൾ പറയുന്നു നമ്മുടെ ഒരു വാട്ടറും ആ ഒരു ലിക്വിഡ് അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓയിൽ കേസ്. ഓക്കെ. അപ്പോൾ അവിടെ തട്ടിയിട്ട് പുറത്തോട്ട് പോകുന്ന സമയത്ത് ഇത് എന്ത് തന്നെയാണ് ഇത് എയർ തന്നെയാണ്. ഈ മീഡിയം എയർ ആണ്. ഓക്കെ. ഇത് എയർ മീഡിയം ആണ്. ഇത് നമുക്കിപ്പോൾ വേണമെങ്കിൽ വാട്ടർ എന്നെടുക്കാം. ഓക്കെ. ഇതായത് നമ്മുടെ ഓയിലിനും വാട്ടറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ ഫിലിം എന്ന് പറയുന്ന റീജിയൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ. ഇൻസൈഡ് ദ ഫിലിം. ഓക്കെ. 3 റീജിയൻസ് നമുക്ക് അതിൽ മെയിൻലി വരുന്നത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി ജി എന്ന് പറയുന്ന ഈ റേ എന്താണ് ചെയ്യുന്നത്? ബി ജി എന്ന് പറയുന്ന റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് വരുന്ന ഹിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ് അല്ലെങ്കിൽ പുറത്തോട്ട് റിഫ്ലക്ട് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിന്റെ പാത്ത് ഡിഫറൻസ് പക്ഷേ നമ്മുടെ ഈ ഒരു റേ നോക്കിക്കേ ഇവിടെ ഈ ബി സി പ്ലസ് സി ഡി ഓക്കെ ഇത്രയും ദൂരം സഞ്ചരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇത് അവിടെ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റ് കോമ്പൻസേറ്റ് ചെയ്ത് നമുക്കിപ്പോൾ വേണമെങ്കിൽ ബി എഫ് എന്ന് എഴുതാമായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു പോയിന്റിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്ര ദൂരം എക്സ്ട്രാ സഞ്ചരിച്ചു നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു വാല്യൂ നമുക്ക് അവിടെ നോക്കിയാൽ മതി. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജി മാർക്ക് ചെയ്തത് 90 ഡിഗ്രിയിൽ ആ ഒരു ജി അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ആ ഒരു പാത്ത് ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് അത് നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പാത്ത് ഡിഫറൻസ് എടുക്കുന്നു നമുക്ക് അതിനെ ഡെൽറ്റ എന്ന് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും ദാറ്റ് ഈസ് ബി സി പ്ലസ് സി ഡി. ഓക്കെ. ബി സി പ്ലസ് സി ഡി മീൻസ് ഏതാണ് ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു ലൈറ്റ് റേസിനെ കുറിച്ചാണ് ബി സി പ്ലസ് സി ഡി എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ. ഈ ഒരു റേ ഇവിടെ നിന്ന് വരുന്നു ദെൻ അതുപോലെ എന്ത് ചെയ്തു ഇവിടുന്ന് തിരിച്ചു പോകുന്നു. ഓക്കെ. അതും ഇതിന്റെ എത്ര പാത്ത് ഡിഫറൻസ് വരും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബി സി പ്ലസ് സി ഡി എവിടെയാണ് വരുന്നത് ഇൻസൈഡ് ദ ഫിലിം. ഓക്കെ. ഇൻ ഫിലിമിലാണ് വരുന്നത് മൈനസ് ബി ജി. ഓക്കെ. ബി ജി എന്ന് പറയുന്ന ഏതാണ് ഈ ഒരു റേ ആണ്. ഇത്രയും റേ ആണ് നമ്മൾ ബി ജി എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ബി ജി എന്ന് പറയുന്ന ആ ഒരു റേ എത്ര അത് നമ്മുടെ എയർ മീഡിയത്തിൽ തന്നെയാണ് അതവിടെ നിൽക്കുന്നത്. സോ ഈ ഒരു റേ ഓക്കെ കണ്ടോ ഇത്രയും റേ. അപ്പൊ ഇത് എത്ര ദൂരം സഞ്ചരിച്ചു നമ്മൾ നോക്കുന്നത് പാത്ത് ഡിഫറൻസ് അവിടെ നോക്കുന്നത്. ബി ജി എവിടെ തന്നെയാണ് ബി ജി വിൽ ബി ഇൻ എയർ മീഡിയം. ഓക്കെ. എയർ മീഡിയത്തിലാണ് ബി ജി അവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അതില് നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുക്കുന്നുണ്ട്. ബി ജി ആ ഒരു ഡിഫറൻസ് എടുക്കുന്നു. ഇനി വിച്ച് വിൽ ബി ഈക്വൽ ടു ഓക്കെ ബി സി പ്ലസ് സി ഡി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഇൻറ്റു ബി സി പ്ലസ് സി ഡി ഓക്കെ ബി സി പ്ലസ് സി ഡി മൈനസ് ബി ജി എയറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആക്കി നമ്മൾ ഇവിടെ എടുക്കുവാണ്. ഓക്കെ ഇൻറ്റു ബി ജി എന്നിട്ട് ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ആ ഒരു
ബി സി പ്ലസ് സി ഡി. ഓക്കെ, ബി സി പ്ലസ് സി ഡി എന്ന് പറയുന്ന അത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ബി സി പ്ലസ് സി ഡി എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് അവിടെ എക്സ്പാൻഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കിക്കേ, ഇത് ഇവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അത് കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ ആണ്. ഈ ഒരു ട്രയാങ്കിൾ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അതായത് എല്ലാ സൈഡ്സും അവിടെ ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു പാത്ത്, ഓക്കെ, അതായത് നമ്മുടെ ഈ ബി സി എന്ന് പറയുന്ന ലെങ്ത്, ഓക്കെ, ഏതാണ്, നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ BCO. ഓക്കെ, BCO എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. നോക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈക്വൽ ഹാഫ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ആണ്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ട്രയാങ്കിൾ ഈ BC റീജിയനും CO എന്ന റീജിയനായിട്ട് എന്ത് ചെയ്യുന്നു, ഈക്വൽ പാർട്ടായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിവൈഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് BC എന്നല്ലേ. ഓക്കെ, എന്ത് വാല്യൂ ആണ്, BC എന്നാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ BC എന്ന് പറയുന്ന ലെങ്ത് എടുത്താലും ഈ OC എന്ന് പറയുന്ന ലെങ്ത് എടുത്താൽ എന്തായിരിക്കും, അവിടെ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ട്രയാങ്കിൾ ഇതായതുകൊണ്ട് BCO ആയതുകൊണ്ട് തന്നെ അവിടെ ഈക്വൽ ആണ്, രണ്ട് ഹാഫ്സും ഈക്വൽ ആണ്. സോ BC എന്ന് പറയുന്ന ലെങ്തും വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, OC എന്ന് പറയുന്ന ലെങ്ത് ആണ്. BC എന്ന് പറയുന്ന ലെങ്ത് എന്തിന് ഈക്വലന്റ് ആണ്, OC, കാരണം ഇത് ഈക്വൽ ഹാഫ് ആയി ഡിവൈഡ് ആവുന്നു. അതാണ് എന്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ആണ് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് മ്യൂ. ഓക്കെ, മ്യൂ ഇൻറ്റു നമുക്ക് BC എന്ന് നിൽക്കുന്നു. ഓക്കെ, BC. അപ്പോൾ BCക്ക് പകരം ഞാൻ അവിടെ എന്ത് കൊടുക്കുന്നു, OC എന്നവിടെ കൊടുക്കുവാണ്. എന്ത് കൊടുക്കുവാണ്, OC എന്ന് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. BCക്ക് പകരം OC എന്ന് കൊടുക്കുന്നു. BCക്ക് വരെ ഞാനത് OC ആക്കി മാറ്റി. അത് നിങ്ങൾ അവിടെ എഴുതിക്കോളൂ. നിങ്ങൾ ടെക്സ്റ്റിൽ അതിൻ്റെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സൈഡിലൊന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുക, OC ആണെന്ന കാര്യം. ഓക്കെ, BC ഈക്വൽ ടു OC, ട്രയാങ്കിളിന്റെ റൂൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് OC എന്ന് കിട്ടാം. അടുത്ത് നോക്കിക്കേ, അടുത്ത് എന്താണ് വരുന്നത്, CD. ഓക്കെ, CD എന്ന ലെങ്ത്. ഈ CD എന്ന് പറയുന്ന ലെങ്ത് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഒരു ബ്ലൂ കളർ ലൈനിൽ ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് നമ്മൾ CD എന്ന് പറയുന്ന ലെങ്ത്. അപ്പോൾ CD എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ദാറ്റ് ഇസ് CH പ്ലസ് HD എന്നായിക്കൂടെ. നോക്കിക്കേ, CH ഇത് മുതൽ ഇതുവരെ. ഓക്കെ, കേഴ്സർ കാണാമല്ലോ, ഈ ഒരു പോയിന്റ് തൊട്ട് ഇതുവരെ. ഓക്കെ, അതായത് CH. ഓക്കെ, അടുത്തെന്താണ്, ഇവിടുന്ന് HD, അതായത് നമുക്ക് എങ്ങനെ മാറ്റാം, ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു OC പ്ലസ് CDക്ക് പകരം ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നു, CD ഈസ് ഈക്വൽ ടു, CD എന്താണ്, CD ഈസ് ഈക്വൽ ടു CH പ്ലസ് HD. ഓക്കെ, CH പ്ലസ് HD ആണ് എന്തെന്ന് പറയുന്നത്, CD എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലോ എന്ത് മാറ്റാം, നമുക്കിവിടെ CDക്ക് പകരം എന്താക്കി മാറ്റാൻ പറ്റും, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് CH പ്ലസ് HD. ഓക്കെ, CH പ്ലസ് HD നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ബാക്കി BG അതുപോലെ എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് അവിടെ തന്നെ കൊടുത്തേക്കാം. ഓക്കെ, BG നമ്മൾ അതുപോലെ മൈനസ് ചെയ്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ ഈ ഒരു കേസിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ആ ഒരു ട്രയാങ്കിളിന്റെ ഇത് വെച്ചിട്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മളവിടെ അതിനെ എടുത്തത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇവിടെ നമുക്കെല്ലാം അഡിഷൻ തന്നെയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ വരുന്ന അഡിഷൻ ആണ്. സോ നമുക്ക് അഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, റീഅറേഞ്ച് ചെയ്യുന്ന വേറൊന്നുമില്ല, ഞാൻ ഇതിൽ ഈ ഒരു മ്യൂവിനെ അകത്തോട്ട് കൊടുക്കുകയാണ്. മ്യൂവിനെ അകത്തോട്ട് കൊടുക്കുക മീൻസ് ഇവിടെ ഇപ്പോൾ മ്യൂ ഇൻറ്റു OC പ്ലസ് CH. ഓക്കെ, OC പ്ലസ് CH എന്നാക്കി മാറ്റി. അതിൽ ആ HD ഞാൻ ഒന്ന് പ്രത്യേകം ഇങ്ങോട്ട് മാറ്റുന്നു. അത് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, മാറ്റിയാൽ മതി. കാരണം അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് മ്യൂ കൊണ്ട് കൊടുക്കാം. ഓക്കെ, മ്യൂ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് രണ്ടും കോമൺ ആയിട്ട് അത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, മ്യൂ ഇൻറ്റു OC, മ്യൂ ഇൻറ്റു CH പ്ലസ് മ്യൂ ഇൻറ്റു HD, ഇതല്ലേ കിട്ടും. എന്നാലും മറ്റൊന്ന് കോമ്പിനേഷൻ ആക്കി അവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്തു, മ്യൂ ഇൻറ്റു HD എന്നാക്കിയതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി എന്താണ്, മൈനസ് BG അതുപോലെ കൊടുത്തേക്കാം. ഓക്കെ, മൈനസ് BG അതുപോലെ എന്ത് ചെയ്യും, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മ്യൂ ഇൻറ്റു OC പ്ലസ് CH പ്ലസ് മ്യൂ ഇൻറ്റു HD മൈനസ് BG നമ്മുടെ ഇക്വേഷൻ അവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് മ്യൂവിന്റെ ഇക്വേഷനിലോട്ട് ഇതിനെ കൊണ്ടുവരാം. ഓക്കെ, മ്യൂ എന്ന് വെച്ചാൽ എന്താണ്, ദാറ്റ് ഈസ് മ്യൂ മീൻസ് നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, മ്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ സ്നെൽസ് ലോയുടെ ബേസിസിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള റിലേഷൻ ഉണ്ട്. എന്താണ്, ദാറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു സൈൻ I mu is equal to sin I ഡിവൈഡ് ബൈ എന്താണ്, സൈൻ R ആണ്. ഓക്കെ, സൈൻ R ആണ് നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ സൈൻ I, സൈൻ ഓഫ് ദ ആംഗിൾ I, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് BG ഡിവൈഡഡ് ബൈ
ബി ഡി. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ ഐ, ഇതാണ് ഐ എന്ന് പറയുന്ന ആംഗിൾ. ഈ ഒരു ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ ആംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബി ജി ഡിവൈഡഡ് ബൈ, ഓക്കെ, ബി ജി ഡിവൈഡ് ബൈ എന്ത് കിട്ടും? ബി ഡി എന്ന് എടുക്കാം. സൈൻ ഐ എന്ന് പറയുന്ന ആംഗിൾ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ ഐ ആണ് എടുക്കുന്നത്. സൈൻ ഐ ഈസ് ഈക്വൽ ടു, ഓക്കെ, സൈൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഈ ഒരു ആംഗിളിന്റെ കൺസിഡറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ജി ഡിവൈഡ് ബൈ ബി ഡി. ഓക്കെ, ബി ജി ഡിവൈഡ് ബൈ ബി ഡി എന്ന് കിട്ടും. സിമിലർലി സൈൻ ആർ, ഓക്കെ, സൈൻ ആർ നമ്മൾ നോക്കുമ്പോൾ, ഓക്കെ, ഇവിടുത്തെ സൈൻ ആർ നോക്കാം. സൈൻ ആർ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എച്ച് ഡി. ഓക്കെ, എച്ച് ഡി ഡിവൈഡ് ബൈ ബി ഡി നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, എച്ച് ഡി ഡിവൈഡ് ബൈ ബി ഡി. എച്ച് ഡി മീൻസ് ഈ ഒരു ആംഗിൾ. ഓക്കെ, ഈ ഒരു ആംഗിൾ ആണ് എച്ച് ഡി. ആംഗിൾ അല്ല, സൈഡ് ആണ്. ബി ഡി ഏതാണ്? ഈ ഒരു സൈഡ്. ഓക്കെ, നമ്മൾ ആറിൽ എടുക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് സൈൻ ആർ ഈസ് ഈക്വൽ ടു, സൈൻ ആർ എന്ന് കിട്ടും? സൈൻ ആർ ഇസ് ഈക്വൽ ടു എച്ച് ഡി ഡിവൈഡ് ബൈ ബി ഡി. ഓക്കെ, എച്ച് ഡി ഡിവൈഡ് ബൈ ബി ഡി കിട്ടും. ഈ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ബി ജി ഡിവൈഡ് ബൈ ബി ഡി ഹോൾ ഡിവൈഡ് ബൈ എച്ച് ഡി ഡിവൈഡ് ബൈ ബി ഡി. ഓക്കെ, എച്ച് ഡി ഡിവൈഡ് ബൈ ബി ഡി. അപ്പോൾ ബി ഡി ബി ഡി നമുക്ക് അവിടെ ക്യാൻസൽ ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ബി ഡി ബി ഡി നമ്മൾ എന്ത് ചെയ്തു? അവിടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബി ഡി ബി ഡി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ വരുന്നത്? നമുക്ക് മ്യൂവിന്റെ വാല്യൂ അല്ലേ? മ്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ബി ജി ഡിവൈഡ് ബൈ എച്ച് ഡി. ഓക്കെ, ബി ജി ഡിവൈഡ് ബൈ എച്ച് ഡി. ഇവിടെ ആംഗിൾസ് നോക്കി എടുക്കുന്നത് ഈ ഒരു വാല്യൂ എടുക്കാനായിട്ട് ഇത് തന്നെ എടുക്കണേ. കാരണം ഇവിടെ നമുക്ക് അല്ലാതെ ഐയും ആറൊക്കെ മാറ്റി കിടപ്പുണ്ട്. പക്ഷെ ഇതൊക്കെ വെച്ച് എടുത്താൽ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഈ മ്യൂ എച്ച് ഡി മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും എടുക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് എഴുതി വരുമ്പോൾ കിട്ടും. പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, ഇവിടുത്തെ ആംഗിൾസ് തന്നെ എടുക്കണം. അതായത് ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് അവിടെ എടുക്കാനായിട്ട് ഓർക്കണം. ഓക്കെ, ഐ വരുന്നത് ഇവിടെയും ആർ വരുന്നത് ഇവിടെയും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? മിസ്റ്റേക്ക് പറ്റും, കിട്ടത്തില്ല എവിടെയെങ്കിലും എടുത്ത് വെച്ചാൽ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ല, നമുക്ക് ഇവിടേക്ക് ആർ ഉണ്ട്, ഇത് നമുക്ക് റൈറ്റ് ആംഗിൾഡ് അല്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ വെച്ച് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അവിടെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓർക്കുക, ശ്രമിക്കുക അല്ല, ഓർക്കുക. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ആ ഒരു വാല്യൂ നമ്മൾ അവിടെ നോട്ട് ചെയ്തു. ദാറ്റ് ഇസ് മ്യൂ. ഈ മ്യൂ നമുക്ക് എന്ത് ചെയ്യാം? എച്ച് ഡി ടേംസിലോട്ട് മാറ്റാം. ദാറ്റ് ഈസ് എച്ച് ഡി മ്യൂ ഈസ് ഈക്വൽ ടു, എച്ച് ഡി മ്യൂ അല്ലെങ്കിൽ മ്യൂ എച്ച് ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ബി ജി എന്ന് കിട്ടും. എന്താ കിട്ടുന്നത്? ബി ജി നമുക്ക് ഇവിടെ വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഇവിടെ നമുക്ക് മ്യൂ എച്ച് ഡിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ആസ് വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഒ സി പ്ലസ് സി എച്ച്. ഓക്കെ, മ്യൂ ഇൻറ്റു ഒ സി പ്ലസ് സി എച്ച് പ്ലസ് ബി ജി മൈനസ് ബി ജി. ഓക്കെ, പ്ലസ് ബി ജി മൈനസ് ബി ജി രണ്ടും എന്താവും? ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ നമുക്ക് എന്ത് മാത്രമേ കിട്ടുന്നുള്ളൂ? അവിടെ ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എന്ത് കിട്ടും? മ്യൂ ഇൻറ്റു ഒ സി പ്ലസ് സി എച്ച്. ഓക്കെ, മ്യൂ ഇൻറ്റു ഒ സി പ്ലസ് സി എച്ച് എന്നിട്ട് ഈ ഒ സി പ്ലസ് സി എച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഇത് മുതൽ ഇതുവരെ സോറി, ഇത് മുതൽ ഇതുവരെ ഒ സി ദെൻ സി എച്ച്. ഓക്കെ, നമുക്ക് തന്നെ ഒ എച്ച് എന്ന് എടുക്കാം. ഓക്കെ, എന്തെടുക്കാം? ഒ എച്ച് എന്നാക്കി മാറ്റാം. ദാറ്റ് ഇസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഒ എച്ച്. ഓക്കെ, എന്നിട്ട് പാത്ത് ഡിഫറൻസ് ഇട്ടിരുന്നുണ്ട്. പാത്ത് ഡിഫറൻസ് നമുക്ക് അവിടെ ദാറ്റ് ഇസ് മ്യൂ ഇൻറ്റു ഒ എച്ച് നമുക്ക് എന്ത് ഡെൽറ്റയുടെ വാല്യൂ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അവിടെ ആ ഒരു വാല്യൂസ് നമുക്ക് ബാക്കി കാൽക്കുലേഷൻസ് അവിടെ ചെയ്യാം. ഓക്കെ, ഇതുവരെ നോക്കാനുള്ള എന്തെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ മ്യൂ ഇൻറ്റു ഒ എച്ച് ആണ്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഒ എച്ച്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ. അത് വെച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല. നമുക്കിനി ബാക്കി കാൽക്കുലേഷൻസ് അവിടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കി കാൽക്കുലേഷൻസ് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ബാക്കി കാൽക്കുലേഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആ ഒരു മ്യൂവിന്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്തു. മ്യൂ എത്ര കിട്ടിയത്? മ്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇൻറ്റു സോറി മ്യൂ അല്ല, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഓക്കെ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഒ എച്ച് എന്നാണ് വാല്യൂ ഇവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കൺസിഡർ ചെയ്യാൻ വന്നത് ആ ഒ ബി എച്ച് എന്നൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒ ബി എച്ച്, അതായത് ഈ രീതിയിൽ കൺസിഡർ ചെയ്ത ട്രയാങ്കിളിനി ഈ ഒരു രീതിയിൽ ഇത് ശരിക്കും എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഉണ്ടോ? ഈ ട്രയാങ്കിൾ ഉണ്ടാവും. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ വരച്ച രീതിയിൽ ഒന്ന് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. അപ്പോൾ എന്ത് കിട്ടും? കൺസിഡറിങ് ദ ട്രയാങ്കിൾ ഒ എച്ച് ബി. ഓക്കെ, ഒ എച്ച് ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഒ എച്ച് ബി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ അതിന് കോസ് ആറിന്റെ ടേംസ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഒ എച്ച് ബൈ
ഒ ബി. ഓക്കെ, ഒ എച്ച് ബൈ ഒ ബി എന്ന് പറയുന്നത് എന്താണ്? കോസ് ആർ ആണ്. ഓക്കെ, കോസ് തീറ്റ, കോസ് തീറ്റ വാല്യൂ ആണ്. കാരണം നമുക്ക് ആർ ഇവിടെ വരുന്നുണ്ട്, ആറ്. ദെൻ ഒ എച്ച് ബൈ ഒ ബി എന്ത് കിട്ടും? കോസ് ആറിന്റെ വാല്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒ എച്ചിന്റെ വാല്യൂ മാത്രമായിട്ട് മാറ്റാം. ദാറ്റ് ഈസ് ഒ എച്ച് ഈസ് ഈക്വൽ ടു ഒ ബി ഇൻറ്റു എന്ത് കിട്ടും? കോസ് ആർ എന്ന് കിട്ടും. ഓക്കെ, ഒ എച്ച് ഇസ് ഈക്വൽ ടു ഒ ബി ഇൻറ്റു കോസ് ആർ. ഇനി ഒ ബി എന്ന് പറയുന്ന ലെങ്ത് നോക്കിയേ, ഒ ബി, ഒ മുതൽ ബി വരെ. ഈ ഒ മുതൽ ബി വരെ ഞാൻ പറഞ്ഞു, ഇവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ഇത് രണ്ട് ഹാഫ് ആയിട്ട് മാറുന്നു എന്ന് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞു. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് ഇത് രണ്ട് ഹാഫ് ആയിട്ട് ട്രയാങ്കിൾ മാറുവാണ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ളത് ടി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് രണ്ട് ഈക്വൽ ഹാഫ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് മുതൽ ഈ ബി മുതൽ ഈ ഒരു പോയിന്റ് വരെ നമുക്ക് തിക്നെസ് ടി ആണ്. അപ്പോൾ അതാണെങ്കിൽ ഇതിന്റെ ബാക്കി വാല്യൂ എന്തായിരിക്കും? ഈ പോയിന്റ് മുതൽ നമുക്ക് ഓ വരെ എന്തെന്ന് പറയാം? ഈ ഒരു പോയിന്റ് മുതൽ ഓ വരെ നമുക്ക് ഇതിനെ വീണ്ടും ടി എന്ന് പറയാം. അപ്പോൾ ഇതൊരു ടി ഉണ്ട് ഇവിടെ, വീണ്ടും ഇവിടെ ഒരു ടി കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒ ബിയുടെ വാല്യൂ എന്തായിരിക്കും? ഒ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 2t ആയിരിക്കും. ടി പ്ലസ് ടി എന്തായിരിക്കും? 2t എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒ ബിയുടെ വാല്യൂ മാറ്റിക്കൂടെ? ദാറ്റ് ഇസ് ഈക്വൽ ടു 2t കോസ് ആർ എന്നാക്കാം. എന്താക്കാം? 2t കോസ് ആർ എന്ന് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒ എച്ച് ഇസ് ഈക്വൽ ടു 2t കോസ് ആർ എന്ന് ഇവിടെ മാറുന്നുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ ഇവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ കെ എന്ന് നമുക്കൊന്ന് കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഒ മുതൽ കെ വരെ ടി ആണ്. അടുത്ത കെ മുതൽ ബി വരെ എന്താണ്? അവിടെ നമുക്ക് ടി ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2t നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒ എച്ച് എന്ന് പറയുന്നത് എന്താണ്? പാത്ത് ഡിഫറൻസ് ആണ്. ഇവിടെ നമുക്കുണ്ട് ഡെൽറ്റ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു വാല്യൂ ഡെൽറ്റയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഈ ഒ എച്ചിന്റെ ഇക്വേഷൻ എടുത്ത് നേരെ നമ്മൾ ഈ ഒരു ഒ എച്ചിന്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ബാക്കി എന്താണ്? ഈ ഒരു ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 2t കോസ് ആർ എന്ന് കൊടുക്കാം. ഓക്കെ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ. അപ്പൊ ഇതാണ് എന്താ അവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ പാത്ത് ഡിഫറൻസ് ഫോർ ദ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇത് പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഡെൽറ്റ, ഒന്നുകൂടി ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ. ഓക്കെ, 2 മ്യൂ ടി കോസ് ആർ. ഇതാണ് നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയും. അപ്പൊ ഇത് പാത്ത് ഡിഫറൻസ് ആണെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം കൂടി ഇവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട് ഒരു റേ വരുന്നുണ്ട്. ഓക്കെ, എയിൽ നിന്ന് ബിയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റേ വരുന്നുണ്ട്. അപ്പോൾ ആ റേ അവിടെ എന്താ ചെയ്യുന്നത്? എയർ മീഡിയം, അതായത് റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഡെൻസർ മീഡിയ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫേസ് ചേഞ്ച് വരും. പൈ എന്ന് പറയുന്ന ഒരു ഫേസ് ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൈ എന്ന് പറയുന്ന ഒരു ഫേസ് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പൈ എന്ന് പറഞ്ഞ ഫേസ് ചേഞ്ച് ഈ ഒരു ഡെൻസർ മീഡിയയിൽ നിന്ന് ഇവിടെ തട്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു പൈ എന്ന് പറയുന്ന ഒരു ഫേസ് ചേഞ്ച് വരുന്നുണ്ട്. എന്താണ്? ഫേസ് ചേഞ്ച്. അപ്പോൾ അവിടെ പൈ എന്ന് പറഞ്ഞൊരു ഫേസ് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ബി എഫ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേക്ക്, ഓക്കെ ശ്രദ്ധിക്കുക, ബി എഫ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന റേക്ക് അവിടെ എന്ത് വരും? ഒരു അഡീഷണൽ പാത്ത് ഷിഫ്റ്റ് ഉണ്ടാവും. അതെന്താണ്? λ/2 എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നോർമലി നമ്മൾ പറഞ്ഞു ഇതിന് പാത്ത് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മളിപ്പോൾ ഡിറ്റർമിൻ ചെയ്ത് വച്ചേക്കുന്നത്. പക്ഷേ ആ ബി എന്ന് പറയുന്ന ആ ഒരു ബി എഫ് എന്ന് പറയുന്ന ആ ഒരു റേസിന് തന്നെ എന്ത് ചെയ്യാം? ഇവിടെ ഒരു പൈ എന്ന് പറയുന്ന ഫേസ് ഷിഫ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ λ/2 എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാത്ത് ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഇതിന്റെ കൂടെ ഈ ഒരു പാത്ത് ഷിഫ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെൽറ്റ എന്ന് പറയുന്ന പാത്ത് ഡിഫറൻസ് ഇവിടെ സഞ്ചരിക്കുന്ന വാല്യൂ. അപ്പോൾ ടോട്ടലി നമ്മൾ ഇതിന്റെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് പാത്ത് ഡിഫറൻസ് നമ്മൾ പി എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്താണ്? എഫക്റ്റീവ് പാത്ത് ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന എഫക്റ്റീവ് പാത്ത് ഡിഫറൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ പി കൊണ്ടാണ്. പി ഈസ് ഈക്വൽ ടു 2 മ്യൂ ടി കോസ് ആർ. ഓക്കെ, 2 മ്യൂ ടി കോസ് ആർ മൈനസ് λ/2. എന്താണ്? മൈനസ് λ/2. അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് അതിന്റെ മീഡിയത്തിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. മീഡിയം വന്നിട്ട് മാറുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോപ്പർട്ടി അവിടെ വരുന്നത്. അപ്പോൾ എന്ത് പറയാം? അവിടെ ഒരു എഫക്റ്റീവ് പാത്ത് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എഫക്റ്റീവ് പാത്ത് ഡിഫറൻസ് പി ആണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഒരു ഫേസ് ചേഞ്ച് വരുന്നു. അതിന്റെ പാത്ത് ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതിൽ നമ്മുടെ ആ ഒരു ബി സി എന്ന് പറയുന്ന റേസിന് പിന്നീട് എന്തില്ല? പാത്ത് ഷിഫ്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ, ഓക്കെ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്താണ് ഈ പാത്ത് ഡിഫറൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ബി സി എന്ന് പറയുന്ന റേസിന്
എന്തില്ല പാത്ത് ഡിഫറൻസ് വരത്തില്ല. കാരണം എന്തുകൊണ്ടാ ബി സി എന്ന് പറയുന്ന റേസ് ഇതിനകത്ത് വെച്ച് തന്നെ ഓക്കെ ആ ഒരു മീഡിയത്തിന് ഡെൻസർ മീഡിയത്തിനകത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഡെൻസർ മീഡിയം ട്രാവൽ ചെയ്യുന്നു, ഡെൻസർ മീഡിയം ട്രാവൽ ചെയ്ത് എന്ത് ചെയ്യുന്നു അത് അവിടെ വെച്ച് തന്നെ റിഫ്ലക്ട് ചെയ്തു. സോ അതുകൊണ്ട് അവിടെ എന്തില്ല അതിനവിടെ വരുന്നില്ല. ഓക്കെ അപ്പോൾ അവിടുത്തെ പാത്ത് ഡിഫറൻസ് നമ്മൾ കാണിക്കേണ്ട. ജസ്റ്റ് ഈ ഒരു പാത്ത് ഡിഫറൻസ് എന്ത് ചെയ്യാം അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്നത് പി ഈക്വൽ ടു 2 mu t cos r. ഓക്കെ ഇനി നമ്മുടെ എന്ത് ചെയ്യാം നമ്മുടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെയും കണ്ടീഷൻസ് എന്ത് ചെയ്താൽ മതി ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നോക്കാം എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് ഇന്റഗ്രൽ ലാംഡ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എൻ ലാംഡ. ഓക്കെ പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. ഓക്കെ ലാംഡയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ അതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് മാക്സിമസ് കിട്ടേണ്ട കണ്ടീഷൻ ആണ് പറയുന്നത് കേട്ടോ. മാക്സിമം കിട്ടേണ്ട കണ്ടീഷൻ ആണ് ഇപ്പോൾ അതിൽ പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഇപ്പോൾ എന്താണ് 2 mu t cos r is minus lambda by 2 is equal to n lambda. ഓക്കെ എന്ന് കിട്ടും n lambda നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ 2 mu t cos r is equal to n lambda എന്നാക്കി മാറ്റാം. ഇതിൽ നിന്ന് തന്നെ that is equal to നമ്മുടെ ഒരു ലാംഡ ബൈ 2 ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് കൊണ്ടുവരുന്ന സമയത്തോ എന്തായിട്ട് മാറും ദാറ്റ് ഈസ് 2 mu t cos r is equal to n lambda പ്ലസ് ലാംഡ ബൈ 2 എന്നായിട്ട് മാറും. ഓക്കെ എൻ ലാംഡ പ്ലസ് ലാംഡ ബൈ 2 എന്നായിട്ട് മാറുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കോമൺ ആയിട്ട് ഒരു ലാംഡ ബൈ 2 പുറത്തോട്ട് മാറ്റിയാലോ. ഒരു ലാംഡ ബൈ 2 പുറത്തോട്ട് മാറ്റുന്ന സമയത്ത് എന്തായിട്ട് മാറും ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്താക്കി മാറ്റാം 2n ലാംഡ വരത്തില്ല 2n പ്ലസ് 1 ഇൻറ്റു ലാംഡ ബൈ 2 എന്നായിട്ട് മാറും. ഓക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലേ അകത്ത് വരുന്ന സമയത്ത് ലാംഡ ഓക്കെ ലാംഡ കറക്റ്റ് ആണ്. ഓക്കെ ദാറ്റ് ഈസ് 2n ഇൻറ്റു ലാംഡ ബൈ 2 പ്ലസ് ലാംഡ ബൈ 2 n ലാംഡ പ്ലസ് ലാംഡ ബൈ 2. ഓക്കെ ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു റിസൾട്ട്. ഇത് നമ്മുടെ തൊട്ട് മുൻപൊക്കെ പഠിച്ചത് വെച്ച് കമ്പയർ ചെയ്ത് കൺഫ്യൂഷൻ ആക്കല്ലേ. ഓക്കെ നമ്മൾ തൊട്ട് മുൻപത്തെ ഇതിൽ നമ്മുടെ ആ ഒരു എന്താ ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ നമ്മൾ ഇതുപോലത്തെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഇക്വേഷനും ഇതൊക്കെ ആയിട്ട് വെച്ച് എന്തെങ്കിലും കമ്പയർ ചെയ്ത് കൺഫ്യൂഷൻ ആക്കല്ലേ. കാരണം അത് നമുക്ക് കൺഫ്യൂഷൻ ആക്കേണ്ട ചാൻസസ് വരും നമ്മുടെ ബാൻഡ്വിഡ്ത്തിന്റെ ഇക്വേഷനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഓരോ ടോപ്പിക്സ് ആയിട്ട് വെച്ച് പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതവിടെ എടുക്കാനായിട്ട് പറ്റും. നമ്മളവിടെ മാക്സിമാസ് മിനിമാസ് ഒക്കെ അവിടെ എടുക്കുന്നുണ്ട്. ഈ 2n+1 1+2 ഇതെല്ലാം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിപ്പോലെ ഈ പ്രോബ്ലം സെക്ഷൻ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റും. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ന്യൂട്ടൺസ് റിങ്ങിന്റെ ഡെറിവേഷൻ ഇതാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. സോ അതുകൊണ്ട് കൺഫ്യൂഷൻ ആക്കാതെ ഓരോന്നായിട്ട് പഠിച്ചു പോകുക. ഇത് ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ വെച്ച് പഠിച്ചാൽ മതി. കാരണം ഇങ്ങനെ വരുമ്പോൾ നമുക്കത് മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ തോന്നേണ്ട ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുവരെ വെച്ച് ഇങ്ങനെ വെച്ച് അങ്ങ് പഠിച്ച് വച്ചേക്കുക. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഇക്വേഷൻ ഇതാണ് എന്ന രീതിയിൽ. ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ദാറ്റ് ഈസ് 2 mu t cos r is equal to 2n plus 1 lambda by 2 എന്ന് കിട്ടും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിസൾട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ. ഇനി ഇതേപോലെ നമുക്ക് എന്തുണ്ട് ഇനി ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസ് നമുക്ക് അവിടെ നോക്കാം. ഓക്കെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അവിടുത്തെ പാത്ത് ഡിഫറൻസ്. ഓക്കെ പിയുടെ വാല്യൂ എന്തായിരിക്കും നമ്മൾ നേരത്തെ എൻ ലാംഡ എന്നല്ലേ പറഞ്ഞേ. ഓക്കെ ഇവിടെ എന്തായിരിക്കണം ഇവിടെ നമുക്ക് വന്നിട്ട് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ ആണെങ്കിൽ എൻ ലാംഡ അല്ല 2 mu plus 1 ലാംഡ ബൈ 2 ആയിരിക്കണം. ഓക്കെ അതായത് എന്താണ് path difference is equal to n plus 1 ലാംഡ. ഓക്കെ n plus 1 ലാംഡ എന്നാണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് 2 mu t cos r. ഓക്കെ 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 is equal to n plus 1 ലാംഡ എന്ന് കിട്ടും. ഓക്കെ എന്നാണ് n plus 1 ലാംഡ എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ. ഓക്കെ അപ്പോൾ ആ n plus 1 എന്താണ് ഇൻറ്റീജർ വാല്യൂ ആണ്. ഓക്കെ n plus 1 എന്ന് പറയുന്നത് ഇൻറ്റീജർ വാല്യൂ ആണ് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഓക്കെ ഇതാണ് എൻ്റെ അവിടുത്തെ
ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ്. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസ് ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 2 mu cos r minus lambda by 2. ഓക്കെ, lambda by 2 is equal to ഈ ഒരു കണ്ടീഷൻ എടുക്കാം, 2 mu plus 1 lambda by 2. ഇതും എന്താണ്, ഡിസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസിന്റെ കണ്ടീഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന സമയത്താണ് നമുക്ക് എന്താണ് ഈ ഒരു n+1 ലാംഡ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ എഴുതാം, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടും വരാം. ഓക്കെ, n+1 ലാംഡ എന്ന് കിട്ടും. ഇത് നമ്മുടെ മിനിമാസിന്റെ വാല്യൂസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, മിനിമാസിലോട്ട് ഇപ്പൊ മാക്സിമാസ് നമുക്ക് എന്താ കിട്ടിയത്, മാക്സിമ ഇവിടെ നമുക്കിപ്പോൾ മാക്സിമ കിട്ടിയത്, മാക്സിമം ഒബ്റ്റെയിൻ ചെയ്തത് ദാറ്റ് ഈസ് 2 mu t cos r is equal to ഫൈനൽ റിസൾട്ട് ആണ് എഴുതുന്നത് 2n plus 1 ലാംഡ ബൈ 2. ഓക്കെ, 2n plus 1 ലാംഡ ബൈ 2. ഇത് മാക്സിമയുടെ വാല്യൂ ആണ്. ഇനി മിനിമയുടെ വാല്യൂ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ മിനിമ നമുക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് 2 mu t cos r is equal to n ലാംഡ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 2 mu t cos r മൈനസ് ലാംഡ ബൈ 2 is equal to n ലാംഡ ആണ്. ഇവിടെ നമ്മൾ ഈ n+1 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് ഈ 2 mu t cos r equal to n ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആക്കി മാറ്റല്ലേ. ഓക്കെ, ഈ ഇക്വേഷൻ ഫൈനലായിട്ട് പഠിച്ചു വെച്ചാലും മതി. ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ആ n ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 2 mu t cos r is equal to n ലാംഡ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് മിനിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമാസും മിനിമാസും. ഓക്കെ, അപ്പോൾ ഇതിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ കാണുന്നത്, റെയിൻബോസ് കാണും, റെയിൻബോ പോലത്തെ ഷെയ്ഡുകൾ കാണാൻ പറ്റും. എല്ലാ കളറും വിസിബിൾ ആവത്തില്ല, കാരണം ഇവിടുത്തെ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇവിടെ കൂടി നോക്കുന്ന ഇത് നമ്മുടെ ഈ രണ്ട് റേസും നമ്മുടെ കണ്ണിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ആംഗിളിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സോപ്പ് ബബിളൊക്കെ എടുത്ത് കണ്ടുണ്ടായിരിക്കുമല്ലോ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ആംഗിൾ നോക്കുമ്പോൾ ഒരു കളറായിരിക്കും, അല്പം ചരിച്ച് നോക്കുമ്പോൾ എന്ത് വേറെ കളറാവും. ഓക്കെ, നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് നോക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്ത് നോക്കുന്ന സമയത്ത് ഓരോ കളർ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ വിസിബിൾ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ കൺസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസിന്റെയും ഡിസ്ട്രക്റ്റീവ് ഇൻഡർഫറൻസിന്റെയും കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എക്സ്പ്ലനേഷൻ ഫോർ ദ കളർ ഫിലിംസ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു തിൻ ഫിലിംസിന്റെ അവിടെ കളർ കാണുന്നത്? ഓക്കെ, അപ്പോൾ അവരുടെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഇപ്പോൾ പോളോക്രോമാറ്റിക് ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ വൈറ്റ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ ഓരോ കളേഴ്സ് നമുക്ക് എന്താ വിസിബിൾ ആയിരിക്കാം. കാരണം അവിടുത്തെ ആ ഒരു മാക്സിമസിന് വാല്യൂ എന്താണ്, മാക്സിമം കിട്ടേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 mu t cos r is equal to n ലാംഡ, മിനിമൈസ്ഡ് കണ്ടീഷനും ഇതവിടെ മാക്സിമയുടെ കണ്ടീഷനുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാത്ത് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ പാത്ത് ഡിഫറൻസ് അനുസരിച്ച് അവിടെ വേവ് ലെങ്ത് എന്ത് ചെയ്യും, വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ വേവ് ലെങ്ത് ഉണ്ടാകുന്ന വേരിയേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കളേഴ്സ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇതിന്റെ പോസിബിലിറ്റീസ് കുറയാം. ഈ ഒരു കളർ കാണേണ്ട പോസിബിലിറ്റീസ് എന്ത് ചെയ്യാം, അവിടെ ഡിക്രീസ് ചെയ്യാം. തിക്നെസ് കുറഞ്ഞിരിക്കുന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് നമുക്ക് അവിടെ ഇത് കാണാനായിട്ട് പറ്റും. കാരണം ഒരു പാത്ത് ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും, ലാംഡ ബൈ 2 എന്ന രീതിയിൽ ഒരു പാത്ത് ഡിഫറൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ തിക് ഫിലിംസ് ആവുന്ന സമയത്ത് യൂണിഫോംലി ഇലൂമിനേറ്റ് ആയിരിക്കും. ഓക്കെ, തിക്നെസ് എത്രത്തോളം കൂടുന്നുണ്ടോ ആ ഒരു ഇതിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഇന്റർഫറൻസ് അവിടെ കാണത്തില്ല. തിൻ ഫിലിംസിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇന്റർഫറൻസ് നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് തിൻ ഫിലിം ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ കേസ് കൂടി നമുക്ക് അവിടെ നോക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ആ ഒരു കേസ് നമുക്ക് അവിടെ നോക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യണം, എങ്ങനെയാണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ കേസ് അവിടെ വരുന്നതാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഈ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാൻസ്മിറ്റഡ് നമുക്ക് ഇനി ഇതുപോലെ ഒരു ഫിഗർ വരച്ചാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് സെക്ഷനിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കതും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സെക്ഷൻസ് നമ്മുടെ എയർ വിഷൻ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ്, ഇപ്പോൾ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഗ്ലാസ് പ്ലേറ്റിൽ എന്ത് ചെയ്യാൻ, ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് അവിടെ ഹിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊരു തിൻ ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തിക്നെസ് ചെറിയ തിക്നെസ് ഉണ്ടാവും ഗ്ലാസ് പ്ലേറ്റിന്. വന്ന് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഹിറ്റ് ചെയ്യുന്ന ആ ലൈറ്റിന്റെ ലാംഡ, ഓക്കെ, ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡ എത്രയാണ്, ലാംഡ ഈസ് ഈക്വൽ ടു 5890 ആംസ്ട്രോങ് ആണ്. ഓക്കെ, എത്രയാണ്, 5890 ആംസ്ട്രോങ് ആണ് ലൈറ്റ് റേസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് റേസർ ഒന്ന് ഹിറ്റ് ചെയ്തത്, ആ ഹിറ്റ് ചെയ്ത ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കറിയാം 1.5 ആണ്. എത്രയാണ്, 1.5 ആണ്. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണ്. എത്രയാണ്, 60 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് വിച്ച് വിൽ അപ്പിയർ ഡാർക്ക് ബൈ റിഫ്ലക്ഷൻ. വാട്ട് ഈസ് ദ
സ്മോളസ്റ്റ് വാട്ട് ഈസ് അല്ല കാൽക്കുലേറ്റ് ആണ് കേട്ടോ. സ്മോളസ്റ്റ് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്, തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് അപ്പിയർ ഡാർക്ക്. ഓക്കെ, അതായത് ഡാർക്ക് ആയിട്ട് നമ്മൾ ഫ്രിഞ്ചസ് അപ്പിയർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ആ ഡാർക്ക് ആയിട്ട് ഫ്രിഞ്ചസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടുത്തെ ആ ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ് എത്രയെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? അപ്പോൾ നമുക്കിവിടെ ഡാർക്ക്നെസ് എന്ന കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ അവിടെ എടുത്താൽ മതി. കാരണം മിനിമയുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഇസ് 2 mu t cos r is equal to n lambda. ഓക്കെ, 2 mu t cos r is equal to n lambda. കാരണം അവിടെ ഡാർക്കിന്റെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡാർക്ക് ബാൻഡ് കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡാർക്ക് ബാൻഡ് കണ്ടു എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഡാർക്കിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ബ്രൈറ്റ് ആണ് കണ്ടെന്ന് പറഞ്ഞില്ലെങ്കിലോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, രണ്ട് യൂസ് ചെയ്ത് തിക്നെസ് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അവിടെ ആ ഒരു ആംഗിളും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു എന്താ നമ്പറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാം തന്നിട്ടുണ്ട്. സോ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ലാംഡ തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്, r തന്നിട്ടുണ്ട്, then അതുപോലെ എന്ത് ചെയ്യണം? ഡാർക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ദാറ്റ് ഇസ് വി ഹാവ് ടു യൂസ് 2 mu t cos r is equal to n lambda. Okay, 2 mu t cos r is equal to n lambda. മിനിമം തിക്നെസിന്റെ കണ്ടീഷൻ നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നിന്റെ വാല്യൂസ് ബാക്കിയെല്ലാം അവിടെ തന്നിട്ടുണ്ട്. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആയിട്ട് എടുക്കണേ. മ്യൂ. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി. ഞാനിപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്നാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നമ്മൾ മ്യൂ എന്നല്ലേ പഠിച്ചു വന്നേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ അതവിടെ മ്യൂ എന്ന് എടുക്കുക. ഇത് മ്യൂ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, പിന്നെ എന്നിന്റെ വാല്യൂ നമുക്കവിടെ വേണം. ഓക്കെ, n. അപ്പോൾ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ഇതിൽ മിനിമം തിക്നെസ് ആണ്. ഓക്കെ, ഫൈൻഡ് ദ മിനിമം തിക്നെസ്, സ്മോളസ്റ്റ് തിക്നെസ് ആണ് വേണ്ടത്. അപ്പോൾ സ്മോളസ്റ്റ് തിക്നെസ് ഒരു കണ്ടീഷനോ മിനിമം തിക്നെസ് എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ n അവിടുത്തെ ഓർഡർ ആണ്. ഓക്കെ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ അതാണ് നോക്കുന്നത്. അപ്പോൾ മിനിമം തിക്നെസ് ആണെങ്കിൽ അവിടെ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? എന്നിന്റെ വാല്യൂ ഇവിടെ 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? എന്നിന്റെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യുക? 1 ആയിട്ട് എടുക്കുക. ഓക്കെ, മിനിമം തിക്നെസ് ആയതുകൊണ്ട് തന്നെ എന്നിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? നമ്മൾ അവിടെ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിന്റെ വാല്യൂ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇപ്പോൾ എന്നിന്റെ വാല്യൂ 1, കാരണം മിനിമം തിക്നെസ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് തിക്നെസ് എന്ന് ചോദിക്കുന്ന സമയത്താണ് എന്നിന്റെ വാല്യൂ. ഒരിക്കലും 0 കൊടുക്കില്ല. 0 എല്ലാം കംപ്ലീറ്റ്ലി 0 ആയി പോകും. നമുക്ക് എന്ത് ചെയ്യാം? 1 എന്നാണ് അവിടെ കൊടുക്കേണ്ടത് മിനിമം തിക്നെസ്സിന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മളവിടെ മ്യൂ എന്നാണ് എടുത്തേക്കുന്നത്. ഓക്കെ, മ്യൂ എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്നിന്റെ വാല്യൂ 1 ഉണ്ട്. സോ 2 mu t cos r is equal to n lambda എന്ന് കിട്ടും. ആൻഡ് t is equal to എന്ത് കിട്ടും? ലാംഡ ഡിവൈഡ് ബൈ 2 mu cos r. Okay, 2 mu cos r. T is equal to lambda divided by 2 mu cos r എന്ന് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5890 ആംസ്ട്രോങ് ഡിവൈഡ് ബൈ ഇൻറ്റു 10 raised to minus 10 വരും. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1.5 ഇൻറ്റു cos 60 ഡിഗ്രി. ഓക്കെ, cos 60 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു 3.92 ഇൻറ്റു 10 raised to minus 7 വരും. ഓക്കെ, മൈക്രോയിലോട്ടോ അല്ലെങ്കിൽ ഒന്നിരുന്നാൽ മതി, ഇല്ലെങ്കിൽ മൈക്രോ സ്കെയിലോട്ടോ വല്ലതും മാറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, കിട്ടിയത് 3.926 ഇൻറ്റു 10 raised to minus 7 അല്ലേ. ഓക്കെ, അപ്പോൾ 0.39 മൈക്രോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, മൈക്രോമീറ്ററിലാണ് നോർമലി നമ്മൾ ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്യുന്നത്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കറക്റ്റ് അവിടെ മീറ്ററിന്റെ യൂണിറ്റ് കൊടുത്തിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ അവിടെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ട്രാൻസ്മിറ്റഡ് കേസ് ആണ്. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്റ്റഡ് കേസ് ഒന്ന് നോക്കുക കറക്റ്റായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ ന്യൂട്ടൺ സ്ട്രിങ്ങിന്റെ വർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു റിഫ്ലക്റ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ, ന്യൂട്ടൺ റിംഗ് നമുക്ക് ട്രാൻസ്മിറ്റഡിൽ വരാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം? റിഫ്ലക്റ്റഡ് കേസിൽ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് നമ്മളവിടെ പഠിക്കുന്ന ട്രാൻസ്മിറ്റഡ് കേസ് ആയിരിക്കും. നമ്മളോട് ന്യൂട്ടൺ സ്ട്രിങ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുക്കും. ഓക്കെ, ഒരു ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ കൺസിഡർ ചെയ്യും. നോർമൽ ഒരു ഗ്ലാസ് പ്ലേറ്റ്. അതിന്റെ പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളൊരു കോൺകേവ് ലെൻസ് നമ്മൾ എന്ത് ചെയ്യും? പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ഇങ്ങനെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൈറ്റ് റൈസ് ഇങ്ങനെ ഹിറ്റ് ചെയ്യും. കണ്ടോ? ഈ ലൈറ്റ് റൈസ് ഇങ്ങനെ ഹിറ്റ് ചെയ്യും. ഈ ഹിറ്റ് ചെയ്യുന്ന ലൈറ്റ് റൈസ് ഇവിടെ തട്ടിയ ശേഷം റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഒരു നോൺ യൂണിഫോം രീതിയിൽ സർക്കുലർ ഫ്രിഞ്ചസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് ന്യൂട്ടൺ സ്ട്രിങ്ങിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷനിലാണ് ന്യൂട്ടൺ സ്ട്രിങ് ഒക്കെ നമുക്ക് അതിൽ വരുന്നത്. ന്യൂട്ടൺ സ്ട്രിങ് പിന്നെ അതുപോലെ തന്നെ ഒരു എയർ വെഡ്ജ്. ഓക്കെ, എയർ വെഡ്ജ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു മീറ്റർ തിക്നെസ്, നമ്മുടെ ഹെയറിന്റെ ഒക്കെ തിക്നെസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഒന്ന് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ട്രാൻസ്മിറ്റഡ് കേസും അതുപോലെ തന്നെ എയർ വെഡ്ജസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.